Today we are going to learn about a very versatile word in English, over. It can act as a preposition, adjective, adverb and prefix. Let's see how we can use the word over in our daily conversations. Now we will see some sentences using over. ഇതിലെന്താണ് അതിൻ്റെ ഫങ്ഷൻ, അതേപോലെ എന്താണ് അവിടെ വരുമ്പോഴുള്ള അർത്ഥം, ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഷി ക്രൈഡ് ഓവർ എ സ്മോൾ മിസ്റ്റേക്ക്. ഒരു ചെറിയ തെറ്റിനെ കുറിച്ച് അവൾ കരഞ്ഞു, അല്ലെങ്കിൽ തെറ്റ് കാരണം അവൾ കരഞ്ഞു. അതാണ് അവിടെ കാരണം അല്ലെങ്കിൽ കുറിച്ച് എന്നൊരർത്ഥമാണ് ഓവർ എന്നുള്ള വാക്കിനുള്ളത്. അവിടെ പ്രിപ്പോസിഷനാണ് അതിൻ്റെ ഫങ്ഷൻ. വി ആർഗ്യൂഡ് ഓവർ മണി. പണത്തെക്കുറിച്ച് ഞങ്ങൾ തർക്കിച്ചു. അപ്പോൾ അവിടെയും അതിൻ്റെ ഫങ്ഷൻ വരുന്നത് പ്രിപ്പോസിഷനാണ്. ഐ ടോക്ക് ടു ഹെർ ഓവർ ദ ഫോൺ. ഫോൺ വഴി ഞാൻ അവളോട് സംസാരിച്ചു. അവിടെ എന്തിലൂടെ എന്ന് പറയാനാണ് ഓവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതും പ്രിപ്പോസിഷൻ്റെ ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഐ ഹേർഡ് ദ ന്യൂസ് ഓവർ റേഡിയോ. റേഡിയോ വഴിയാണ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞത്. അവിടെയും ഫങ്ഷൻ എന്താ? പ്രിപ്പോസിഷനാണ്. ഒരു ചാനൽ അല്ലെങ്കിൽ മീഡിയമായിട്ടാണ് ഓവർ അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. വേറൊരെണ്ണം, വി ഡിസ്കസ്ഡ് ഇറ്റ് ഓവർ ഡിന്നർ. ഡിന്നർ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവിടെ അർത്ഥമാക്കുന്നത് വി ഡിസ്കസ്ഡ് ഇറ്റ് വൈൽ ഹാവിങ് ഡിന്നർ. അവിടെയും ഓവറിൻ്റെ ഫങ്ഷൻ പ്രിപ്പോസിഷനാണ്. ദേ സെറ്റിൽഡ് ദ മാറ്റർ ഓവർ കോഫി. കോഫി കുടിക്കുന്ന സമയം ഞങ്ങൾ ആ കാര്യം സെറ്റിൽ ചെയ്തു. ആ ഒരു സമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഫി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കോഫിയുടെ നേരത്ത് ഞങ്ങൾ ആ കാര്യം സെറ്റിൽ ചെയ്തു. അവിടെയും പ്രിപ്പോസിഷനാണ് ഓവറിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഓവർ ചെയ്യുന്ന ഫങ്ഷൻ പ്രിപ്പോസിഷൻ്റേതായിരുന്നു. ഇനി നമുക്ക് ആഡ്വർബായിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കം ഓവർ ആൻഡ് സിറ്റ് വിത്ത് അസ്. ഇവിടേക്ക് വരൂ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കൂ. കം ഓവർ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് കം ഹിയർ എന്നാണ്. അതായത് ഒരു വെർബിൻ്റെ കൂടെയാണ് ഓവർ വന്നിട്ടുള്ളത്. വെർബിനെ മോഡിഫൈ ചെയ്യുകയാണ്. അങ്ങനെയുള്ള വാക്കുകൾ എന്താ പറയുക? ആഡ്വർബ്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷൻ എന്താണ് ഓവറിൻ്റെ? ആഡ്വർബിൻ്റെ ഫങ്ഷനാണ് ഓവർ ചെയ്യുന്നത്. കം ഓവർ ആൻഡ് സിറ്റ് വിത്ത് അസ്. മൈ ഫ്രണ്ട്സ് കെയിം ഓവർ യെസ്റ്റർഡേ. ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടു സം വൺസ് പ്ലേസ്, അല്ലെങ്കിൽ എവിടെയാണോ ഒരാൾ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് വരുന്നതിനെയാണ് കം ഓവർ എന്ന് പറയുന്നത്. അതായത് ഓവർ അവിടെ വയ്ക്കുമ്പോൾ അർത്ഥം വരുന്നത് അതാണ്. വൈ ഡോണ്ട് യു കം ഓവർ ദിസ് ഈവനിങ്. എന്തുകൊണ്ട് ഈ വൈകുന്നേരം നിനക്ക് എൻ്റെ അടുത്ത് വന്നുകൂടാ? അപ്പോൾ ഇവിടെ കമ്മിൻ്റെ കൂടെ ഓവർ വന്നിരിക്കുന്നു. ആ കം എന്ന വെർബിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങേര് ഫങ്ഷൻ ചെയ്യുന്നതും ആഡ്വർബായിട്ടാണ്. ഇനി അഡ്ജക്റ്റീവായിട്ട് ഓവർ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. ദ മാച്ച് ഈസ് ഓവർ. മാച്ച് കഴിഞ്ഞുപോയി, അതായത് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ്, എൻഡഡ് എന്നുള്ള അർത്ഥമാണ്. അവിടെ മാച്ച് എന്നുള്ളത് എന്താ? നൗൺ. ആ നൗണിന് ഒരു മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് ഓവർ എന്നുള്ള വാക്ക്. അപ്പോൾ ഈ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് ആഡ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ഓവറിൻ്റെ ഫങ്ഷൻ എന്താണ്? ആഡ്ജക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെ പറയാം, ദ ഗെയിം ഈസ് ഓവർ, ദ എക്സാം ഈസ് ഓവർ, ദ മൂവി ഈസ് ഓവർ. ഇവിടെ ഓവർ ചെയ്യുന്ന ഫങ്ഷൻ അഡ്ജക്റ്റീവിൻ്റേതാണ്. ഇനി പ്രിഫിക്സ് ആയിട്ട് ഓവർ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഓവർ തിങ്ക്, അതേപോലെ ഓവർ റിയാക്ട്, ഓവർ യൂസ്ഡ്. ഇവിടെ പ്രിഫിക്സിൻ്റെ ഫങ്ഷനാണ് ഓവർ ചെയ്യുന്നത്. വെൻ ഓവർ ഈസ് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് ഇറ്റ് യൂഷ്വലി മീൻസ് ടു മച്ച് ഓർ എക്സസീവ്ലി. ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. അതായത് നോർമലിനെ വിട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യുക. ഇറ്റ് വാസ് എ സ്മോൾ ഇഷ്യൂ ബട്ട് ഷീ ഓവർ റിയാക്റ്റഡ്. അതൊരു ചെറിയ കാര്യമായിരുന്നു, പക്ഷെ അവൾ ഭയങ്കരമായിട്ട് അതിനെ പ്രതികരിച്ചു. ഹിസ് ഓവർ കോൺഫിഡൻസ് കോസ്ഡ് പ്രോബ്ലംസ്. അവൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ആ പ്രോബ്ലംസിനൊക്കെ കാരണം. അപ്പോൾ നമ്മളിവിടെ ഓവർ ഒരു പ്രിപ്പോസിഷനായിട്ട് അല്ലെങ്കിൽ ആഡ്ജക്റ്റീവായിട്ട്, ആഡ്വർബായിട്ട് അല്ലെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടു.